സമയാധിക്യം, പരസ്പര ബന്ധമില്ലാത്ത സംസാരം, സമനില തെറ്റിയതുപോലെയുള്ള പെരുമാറ്റം കൂടി ആയപ്പോൾ അമേരിക്കക്കാർക്ക് ബൈഡനേക്കാൾ ഭേദം ട്രംപ് എന്ന് തോന്നി. വേണ്ടത്ര ബഹളം വെച്ചാണ് അമേരിക്കൻ ജനത ബൈഡനെ തള്ളി ട്രംപിനെ തിരിച്ചു കൊണ്ടുവന്നത്. ട്രംപ് തിരിച്ച് അധികാരത്തിലെത്തിയതിന്റെ അന്ന് തൊട്ട് അമേരിക്കക്കാർക്ക് തലയിൽ കൈവയ്ക്കാനേ നേരമുണ്ടായിട്ടുള്ളൂ. അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ ട്രംപിനെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ജനം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ താരിഫ്, ചൈനയുമായി വ്യാപാര യുദ്ധം, നാടുകടത്തൽ, അങ്ങനെ വേണ്ട ബഹളം. താരിഫ് തർക്കങ്ങൾ സാമ്പത്തിക രംഗമാകെ തലകുത്തനെയാക്കി. ഏറ്റവും ഒടുവിൽ തനിക്ക് പോപ്പ് ആയാൽ കൊള്ളാമെന്ന പ്രതികരണം കൂടി ആയപ്പോൾ പൂർത്തിയായി. 2025 ആദ്യ പാദത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ 0.3% ചുരുങ്ങിയെന്നാണ് ഏറ്റവും പുതിയ ഡേറ്റ കാണിക്കുന്നത്. 3 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് US സമ്പദ് വ്യവസ്ഥ ചുരുങ്ങുന്നത്. സംഭവത്തിന്റെ കാരണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് എന്തെന്നോ? ഉത്തരവാദി ബൈഡനാണ്, താരിഫുകൾ അല്ലേയല്ല. ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻഗാമിയായ ജോ ബൈഡന്റെ തലയിലോട്ട് ഉത്തരവാദിത്വം നൈസായിട്ട് ചാരി. സംഭവം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ആദ്യ ക്വാർട്ടറിൽ അമേരിക്കൻ ഇക്കോണമി 0.3% ചുരുങ്ങിയെന്ന് ഡേറ്റ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ താരിഫുകളെ ന്യായീകരിച്ചു. പതിവ് പോലെ മുൻഗാമിയായ ജോ ബൈഡനെ കുറ്റപ്പെടുത്താനും മറന്നില്ല. വൈറ്റ് ഹൌസിലെ തന്റെ ആദ്യ 100 ദിവസങ്ങളിൽ സാമ്പത്തിക പ്രവചനം തനിക്കെതിരായി വീശിയപ്പോൾ ട്രംപ് മുൻപിൻ നോക്കാതെ ഡാമേജ് കൺട്രോൾ മോഡിലേക്ക് കടന്നു. അവിടെയും തീർന്നില്ല. അദ്ദേഹം ഫെഡറൽ റിസർവിനെ വിമർശിക്കുകയും അന്യായമായ വ്യാപാര നയങ്ങൾ എന്ന് പറഞ്ഞ് കോപം പ്രകടിപ്പിക്കുകയും ആദ്യ പാദത്തിലെ സാമ്പത്തിക ആഘാതത്തിന് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചില സംഖ്യകൾ കണ്ടിരിക്കാം. വൈറ്റ് ഹൌസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് ബൈഡൻ ആണെന്നും അത് ട്രംപ് അല്ലെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അങ്ങനെ ട്രംപിന്റെ ഒരു ലോഡ് ഡയലോഗ്. ഈ ഒരു മീറ്റിംഗിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ റിഫ്ലക്ഷനാണ് ബാക്കി. ഇത് ട്രംപിന്റേതല്ല, ബൈഡന്റെ ഓഹരി വിപണിയാണ്. ജനുവരി 20 വരെ ഞാൻ ചുമതല ഏറ്റിട്ടില്ല. താരിഫുകൾ ഉടൻ പ്രാബല്യത്തിൽ വരും. കമ്പനികൾ റെക്കോർഡ് എണ്ണത്തിൽ USA നീങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ വൻ മോട്ടിവേഷൻ. അവിടെയും തീർന്നില്ല. നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കും. പക്ഷേ ബൈഡന്റെ ഹാങ് ഓവർ എന്ന് ഒഴിയട്ടെ. ഇതിന് കുറച്ച് സമയമെടുക്കും. താരിഫുകളുമായി ഇതിനൊരു ബന്ധവുമില്ല. മോശം സംഖ്യകളാണ് അദ്ദേഹം നമുക്ക് നൽകിയത്, അതായത് ബൈഡൻ നമുക്ക് നൽകിയത് എന്ന് മാത്രം. പക്ഷേ കുതിച്ചുചാട്ടം ആരംഭിക്കുമ്പോൾ അത് സംഭവ ബഹുലമായിരിക്കും. ക്ഷമയോടെ ഇരിക്കുക. നല്ല വാർത്തയ്ക്ക് ക്രെഡിറ്റ് എടുക്കുന്നതിനെ കുറിച്ചും കാര്യങ്ങൾ താഴേക്ക് പോയാൽ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് ക്രെഡിറ്റ് എടുക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഈ കുഴപ്പങ്ങളൊക്കെ ഇൻഹെറിറ്റ് ചെയ്തതാണ് എന്നും പറഞ്ഞു. അതായത് ബൈഡൻ ചെയ്തതിന്റെ അനന്തരഫലം എന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ക്ഷമയോടെ ഇരിക്കാൻ അമേരിക്കക്കാരോട് ട്രംപ് ആവശ്യപ്പെടുകയാണ് സുഹൃത്തുക്കളെ. മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിൽ അമേരിക്കൻ ഉപഭോക്താക്കൾ തന്റെ വിപുലമായ താരിഫ് നയവുമായി പൊരുത്തപ്പെടണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. പ്ലീസ്, അമേരിക്കക്കാർ ഇത് കേൾക്കാതെ പോകരുത് കേട്ടോ. ഈ ആഴ്ച ബ്യൂറോ ഓഫ് ഇക്കണോമിക് അനാലിസിസ് പുറത്തിറക്കിയ ഒരു പുതിയ റിപ്പോർട്ട് 2025 ആദ്യ 3 മാസങ്ങളിൽ രാജ്യത്തിന്റെ ഇക്കോണമി ചുരുങ്ങിയെന്ന് കാണിച്ചു. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയ സ്വാധീനത്തെ മാത്രമല്ല, 3 വർഷത്തെ ശക്തമായ വളർച്ചയ്ക്ക് ശേഷം കുത്തനെയുള്ള തിരിച്ചടിയും പ്രതിഫലിപ്പിച്ചു. ട്രംപിന്റെ മറുപടി കഴിഞ്ഞിട്ടില്ല. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വന്നത് ക്വാർട്ടർ റിപ്പോർട്ടുകളാണ്. ജനുവരി 20 ഞങ്ങൾ ചുമതലയേറ്റത്. താരിഫുകൾ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ട്രംപ് മന്ത്രിസഭാ യോഗത്തിൽ ആക്രോശിച്ചു. അപ്പോൾ താരിഫ് ഭീഷണി ചെറുതാണെന്നാണോ ട്രംപ് പറയുന്നത്? താരിഫുകളുടെ ഭീഷണിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്കുകൾ എന്നാണ് ബ്യൂറോ വാദിക്കുന്നത്. അതും പോരാതെ പുതിയ തീരുവകൾ നിലവിൽ വരുന്നതോടെ അവസ്ഥ കൂടുതൽ വഷളാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർക്ക് ടെൻഷനുമുണ്ട്. ഇത്രയുമായ സ്ഥിതിക്ക് ഡെമോക്രാറ്റുകൾ വെറുതെ ഇരിക്കില്ലല്ലോ. ട്രംപ് ബൈഡനെ കുറ്റപ്പെടുത്തിയപ്പോൾ മുൻ പ്രസിഡന്റിനെ പിന്തുണച്ച് ഡെമോക്രാറ്റുകൾ അണിനിരുന്നു. ഇത് ജോ ബൈഡന്റെ സമ്പദ് വ്യവസ്ഥയല്ല എന്ന് അവരും. ഇത് ജോ ബൈഡൻ ഇക്കോണമി അല്ല മിസ്റ്റർ ഡൊണാൾഡ്, ഹൗസ് ന്യൂനപക്ഷ നേതാവ് ഹക്കീം ജെഫ്രീസ് പറഞ്ഞു. ഇത് നിങ്ങളുടെ ഇക്കോണമിയാണ്, ഇത് ട്രംപ് ഇക്കോണമിയാണ്. എന്തായാലും ട്രംപ് അധികാരത്തിലെത്തി 100 ദിവസം പൂർത്തിയാകുമ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പോർട്ടസിന്റെ സാമ്പത്തിക നയങ്ങൾ ശക്തമാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ്. ശരിക്കും വിടുവായൻ ട്രംപിന്റെ ഇന്നത്തെ പരിഷ്കാരം എന്താകുമെന്ന അമ്പരപ്പിലാണ് ഓരോ അമേരിക്കക്കാരനും ദിവസം തുടങ്ങുന്നത് തന്നെ. അടുത്ത നീക്കം ഇനി കണ്ടു തന്നെ അറിയണം.